റാന്നി താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്തിൽ 68% പരാതികളിലും പരിഹാരം കണ്ടെത്തി. അയിരൂർ കഥകളി മ്യൂസിയം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളും അദാലത്തിൽ സ്വീകരിച്ചു. മന്ത്രിമാരായ പി രാജീവ്, വീണ ജോർജ് എന്നിവരായിരുന്നു റാന്നി അദാലത്തിൽ പങ്കെടുത്തത്. വഴി ലഭിക്കുമെന്ന സന്തോഷത്തിലാണ് സരസമ്മയും മകൾ രാധാമണിയും. ചെറുകോൽപ്പുഴ സ്വദേശികളായ ഇവരുടെ 4 വർഷമായി നിലനിന്ന പരാതിയാണ് കരുതലും കൈത്താങ്ങിലും തീർപ്പായത്. തീർച്ചയായിട്ടും വഴി കിട്ടും എന്ന് ഞാൻ സന്തോഷിക്കുന്നു. എനിക്കും എന്റെ അമ്മയ്ക്ക് നീതി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഥകളി ഗ്രാമത്തിന്റെ സ്വപ്ന പദ്ധതിയായ കഥകളി മ്യൂസിയം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികളും അദാലത്തിൽ ഉണ്ടായി. സാങ്കേതിക അനുമതി ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരാതിയായിട്ട് ഞങ്ങൾ അദാലത്തിൽ സമീപിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ ജോർജ് മാഡത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ടെക്നിക്കൽ സാങ്ഷൻ്റെ അനുമതി വാങ്ങിച്ചിരിക്കണം എന്ന് സെക്രട്ടറിക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. റാന്നി താലൂക്ക് തല അദാലത്തിൽ 68% പരാതികളും പരിഹരിച്ചു. പൂർണ്ണമായി പരിഹരിച്ചത് 48% അപേക്ഷകളാണ്. ഭാഗികമായി പരിഹരിച്ചത് 20%. അങ്ങനെ 68%. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ 3 ദിവസത്തെ 4 ദിവസത്തെ അദാലത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാരമുണ്ടായ താലൂക്ക് റാന്നി താലൂക്കാണ്. അദാലത്തിൽ ലഭിച്ച പരാതികളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരള ന്യൂസ്, പത്തനംതിട്ട.